أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا. الله العظيم. الفرقان 23:4. വഖദിംന, നാം മുന്നോട്ട് ചെന്നു. ഇലാമാ അമിലു മിൻ അമലിൻ, ഇലാമാ ഒന്നിലേക്ക്, അമിലു അവർ ചെയ്തിരിക്കുന്നു, മിൻ അമലിൻ പ്രവർത്തനങ്ങളായിട്ട്, ഇലാമാ അമിലു മിൻ അമലിൻ അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം മുന്നിട്ട് ചെന്നു, അഥവാ അതിന്റെ നേരെ തിരിഞ്ഞു എന്നർത്ഥം. ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ ആക്കി, ഹബാഅം മൻസൂറ, ചിതറപ്പെട്ട ധൂളികൾ. ഹബാ കാറ്റത്ത് പറക്കുന്ന പൊടി, മൻസൂർ അത് വാരി വിതറപ്പെട്ടത് എന്നർത്ഥം, അല്ലെങ്കിൽ ചിതറിയത്. അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ, യൗമഇദിൻ അന്ന്, ഖൈറുൻ മുസ്തഖറ, മുസ്തഖർ എന്ന നിലയിൽ മെച്ചമാണ് എന്നാണ് പറഞ്ഞത്, അഥവാ വാസസ്ഥലം, സ്ഥിരവാസത്തിനുള്ള സ്ഥലം, അതാണ് മുസ്തഖർ. വഹ്സനു മഖീല, വളരെ മനോഹരമായ, കണ്ടാൽ നന്നായി തോന്നുന്ന മഖീലാണ്. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചമയക്കം, ചെറിയ കുറഞ്ഞ സമയം. അതുപോലെ ഉച്ചക്ക് വിശ്രമിക്കുന്ന സ്ഥലം, അതിനാണ് മഖീൽ എന്ന് പറയാം. നല്ല മഖീലുമാണ്, അഥവാ സുന്ദരമായ മഖീലുമാണ്. നിഷേധികൾ മലക്കുകളെ എന്താണ് ഞങ്ങൾ കാണാത്തത് എന്നതിന് വളരെ പരിഹാസവും പുച്ഛവും കലർന്ന മറുപടിയാണ് അള്ളാഹു പറഞ്ഞത്. മലക്കുകളെ അവർ കാണുന്ന ദിവസം അന്ന് അവർക്കൊരു സന്തോഷത്തിനും വകയുണ്ടാക്കുകയില്ല. അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിക്കുകയായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇനി പരലോകത്ത്, മരണമൊക്കെ കഴിഞ്ഞു പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. സൂറത്ത് ഫജ്റിൽ റബ്ബ് വരും, മലക്കുകൾ അണിയണിയായിട്ട്, നരകം കൊണ്ടുവരപ്പെടും എന്നൊക്കെ പറഞ്ഞ ആ വിചാരണയുടെ മഹാസംഭവത്തിന്റെ സന്ദർഭം. അന്ന് ഇവർക്ക് സൽക്കർമ്മങ്ങളായി തോന്നിയ പല കാര്യങ്ങളും ദുനിയാവിൽ വെച്ച് അവര് ചെയ്തിട്ടുണ്ടാവുമല്ലോ, സത്യനിഷേധികൾ. അഥവാ പുണ്യകർമ്മങ്ങള്, ആത്മീയ കർമ്മങ്ങള്, അതുപോലെ അവരുടെ കുരുത്തക്കേടുകളെ ഒന്നും എതിർക്കാതെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചാരിറ്റി, അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവരെ സൂപ്പിടാൻ വേണ്ടി ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ, പിന്നെ വലിയ ആത്മീയ കേന്ദ്രങ്ങളുടെ നിർമ്മിതികൾ, അതിനൊക്കെയുള്ള സംഭാവനകൾ, ഇങ്ങനെ പേരെടുക്കാൻ വേണ്ടി ഒരുപാട് പുണ്യകർമ്മങ്ങൾ ദുനിയാവിൽ അവർ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ നേരെ തിരിയും അല്ലാഹു തആല. എന്നാ അതൊന്ന് നോക്കട്ടെ ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ. കാരണം അവർ കുറ്റങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുണ്ടാവുന്നത്, നാട്ടുകാര് സ്വന്തം നിലയിൽ നല്ല കാര്യങ്ങളാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ചില കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അത് വലിയ കാര്യമായിരിക്കും എന്നാണ് അവരുടെ വിചാരം. സൂറത്ത് തൗബയില് ഇതുപോലെ ഒരു പരാമർശമുണ്ടല്ലോ. അജഅൽതും സിഖായത്തുൽ ഹാജി വ ഇമാറത്തുൽ മസ്ജിദ് കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലിഹി. നിങ്ങള് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും അതുപോലെ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനവുമൊക്കെ ഈമാനും അമലുസ്വാലിഹാത്തും ജിഹാദും അതുപോലെ കണക്കാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
ആ ആയത്തിന്റെ പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അബൂ താലിബ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ബദറിൽ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടിരുന്നു. അപ്പോ സത്യം ബോധ്യപ്പെട്ടിട്ടും ഇസ്ലാം അംഗീകരിക്കാത്തതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ശകാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങളും ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, ഞങ്ങളാണ് മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നത്. ഇങ്ങനെ സിക്കായ സിദാന എന്നൊക്കെ പറഞ്ഞ് കുറെ പണികൾ പരമ്പരാഗതമായി ഖുറൈശികൾ ചെയ്തു വരുന്നുണ്ടായിരുന്നല്ലോ. അത്തരം കാര്യങ്ങളെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അവർ ചെയ്ത ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട്. അതുപോലെ അഗതികളെ സഹായിക്കുക, അനാഥകളെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് ജാഹിലിയ കാലത്തെ ഒരുപാട് നന്മകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതൊന്ന് വിലയിരുത്താൻ വേണ്ടി അല്ലാഹു തആല മുന്നിടും, അഥവാ അതിന്റെ നേരെ ചെല്ലും അവരുടെ പ്രവർത്തനങ്ങൾ. പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അവകാശവാദം എന്ന് മാത്രമല്ല, എല്ലാ ധിക്കാരികളും അവർ വളരെ ഉന്നതമായ മാതൃകാപരമായ നിലപാടിലാണുള്ളത്. ഫിറൗൻ പറയുന്നുണ്ടല്ലോ, തെരിയക്കത്തിക്കുമുൽ മുസ്ലാത്ത്, ഉന്നത മാതൃകാ യോഗ്യമായ നിങ്ങളുടെ തെരീക്കത്തിൽ നിന്ന് നിങ്ങളെ പഴപ്പിക്കാനാണ് മൂസ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ അവര് വലിയ കാര്യമായി കരുതുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഈ കാലത്തുമുണ്ട്. കൊടിയ കുറ്റകൃത്യങ്ങളിലൂടെ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ ചെയ്യുന്ന ജനസേവന പ്രവർത്തനങ്ങൾ, വ്യാജവാറ്റ് നടത്തി കള്ള് കച്ചവടം നടത്തുന്നയാള് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും അറിയാലോ. ഇങ്ങനെയൊക്കെ നാട്ടുകാർ പുണ്യാണെന്ന് വിചാരിക്കുന്ന സംഗതികളുടെ നേരെ അല്ലാഹു ഒന്ന് തിരിയും. എന്നിട്ടോ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, നാം അതിനെ ചിതറപ്പെട്ട അല്ലെങ്കിൽ കാറ്റിൽ പറത്തപ്പെട്ട ധൂളികളാക്കി മാറ്റും, അഥവാ ധൂളികളെ പോലെയാക്കി മാറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയലില്ല, അത് നോക്കിയിട്ട് ഫു എന്നൊരു ഒരു ഊത്ത് എന്ന് പറഞ്ഞിട്ട്, അതുപോലെയാണ് അള്ളാന്റെ മുമ്പിൽ അതിനൊന്നും യാതൊരു വിലയുണ്ടാവില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്ന് തൂക്കമുണ്ടാക്കുക സത്യത്തിന് മാത്രമാണ്. സത്യമല്ലാതെ ചെയ്ത, സത്യത്തിന്റെ അടിത്തറയിൽ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചല്ലാതെ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയും ഒരു നിലയും ഉണ്ടാകുകയില്ല, ഒരു പരിഗണനയും കിട്ടുകയില്ല. ആളുകൾ വലിയ കാര്യത്തിൽ പറയുന്നൊരു സംഗതിയാണ്, എന്തുകൊണ്ടാണ് പുണ്യം ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹു പരിഗണിക്കാത്തത്? അത് വെറുതെ ഒന്നുമല്ല, നമ്മളും പരിഗണിക്കാറില്ല. നമ്മുടെ വീടിൽ നമ്മുടെ ഉടമസ്ഥത നമ്മുടെ വീടാണ് എന്നൊന്നും അംഗീകരിക്കാതെ ഏതോ ഒരുത്തൻ കയറി പാർക്കുന്നു നമ്മളില്ലാത്ത സമയത്ത്. എന്നിട്ട് അവന് തോന്നിയതുപോലെ അവിടെയൊക്കെ ചെയ്യുന്നുള്ള നിലയിലാണ് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവൻ അവിടെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അവിടെ ഗാർഡൻ പിടിപ്പിച്ചിരിക്കുന്നു, അവിടെ ഗേറ്റ് വെച്ചിരിക്കുന്നു, അതുപോലെ അവിടെ പുതിയ ഫർണിച്ചർ കൊണ്ടുവന്നിട്ടിരിക്കുന്നു, അവിടെ പെയിന്റ് അടിച്ചിരിക്കുന്നു. ആരാതിനൊക്കെ വില വെക്കുക? നമ്മുടെ വീട്ടിൽ വേറൊരുത്തൻ കയ്യേറിയിട്ട് അവനവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളെ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന, ഇസ്രായേലിന്റെ കയ്യേറ്റങ്ങളെ കാണാതെ അവരെ ന്യായീകരിക്കുന്ന ചില ഇസ്രായേൽ ഭക്തന്മാർ കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ. ഇസ്രായേൽ എത്ര നല്ല രാജ്യമാണ്, എത്ര നോബൽ സമ്മാനമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ആ മരുഭൂമിയെ എത്ര അവർ കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടുള്ളത് പാവം പലസ്തീനികളെ ആട്ടിയോടിച്ചും അവരുടെ ഭൂമിയും അവരുടെ വീടുകളും വരെ കയ്യേറിയിട്ടുമാണ്. പിന്നെ അതിനെന്ത് വില? ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഭൂമി, അവന്റെ പ്രപഞ്ചം, അവൻ നൽകിയ വിഭവങ്ങൾ, അവനെ പരിഗണിക്കാതെ, അവനെ അംഗീകരിക്കാതെ, അവന്റെ കൽപ്പനകൾ പാലിക്കാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്നൊക്കെ തീരുമാനിച്ചിട്ട് പിന്നെ കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അള്ളാന്റെ അടുത്ത് യാതൊരു വിലയുണ്ടാകില്ല. അതൊക്കെ എന്ന് പറഞ്ഞ് പറപ്പിച്ചു കളയുന്ന നിസ്സാര കാര്യങ്ങളായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് ചുരുക്കം. അസ്ഹാബുൽ ജന്നത്തി യൗമഇദിൻ ഖൈറുൻ മുസ്തഖറൻ വഅഹ്സനു മഖീല. എന്നാൽ സ്വർഗത്തിന്റെ ആളുകൾ, നേരത്തെ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല ചോദിച്ചു, അദാലിക ഖൈറുൻ, ഇതാണോ മെച്ചം? 15-ാമത്തെ ആയത്തിൽ ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലത്തി വഉദൽ മുത്തഖൂൻ,
ഇതാണോ മെച്ചം? അതല്ല, മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണോ എന്ന് ചോദിച്ചില്ലേ? അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് ഇവിടെ. അഥവാ നരകവാസികളുടെ അവസ്ഥ ഒക്കെ പറഞ്ഞിട്ട് എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വലിയ മഹത്തായ കാര്യങ്ങളെന്ന് അവർ കരുതിയ കാര്യങ്ങളൊക്കെ ധൂളിയാക്കപ്പെട്ടു. എന്നാൽ സ്വർഗവാസികളോ, അവര് യൗമഇദിൻ, അന്ന് ഖൈറുൻ മുസ്തഖറ, മുന്തിയ പാർപ്പിടങ്ങളിലാണ്. അവര് ഖൈറാണ് മുസ്തഖറിന്റെ അവസ്ഥയിൽ കാര്യത്തിൽ നിന്നാണ് പറഞ്ഞതിന്റെ നേരെ അർത്ഥം. അഥവാ മുന്തിയ പാർപ്പിടം. ഇവിടെ ദുനിയാവില് നിഷേധികൾ സ്വയം അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ വലിയ മുന്തിയ കൂട്ടരാണ്, ഞങ്ങൾ വലിയ പത്രത്തിലാണുള്ളത്, സത്യത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ദൈവം അള്ളാഹു അയച്ചതാണെന്ന് പറഞ്ഞ് വന്നവരുടെ സ്ഥിതി കണ്ടില്ലേ എന്നാണ്. എന്നാൽ പരലോകത്ത് അങ്ങനെ ഇല്ല, നേരെ തിരിച്ചാണ്. വലിയ മഹത്തുക്കളായി സ്വയം ഭാവിച്ചിരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ധൂളിയായി പോയി, കാറ്റത്ത് പറന്നുപോയ അവസ്ഥയായി. എന്നാൽ സ്വർഗവാസികളായ ആളുകൾ അവർ വലിയ മുതലാളിമാരായിട്ടാണ് ഉണ്ടാകുക. ഖൈറുൽ മുസ്തഖറ, അവരുടെ സ്ഥിരതാമസ സ്ഥലം വളരെ വളരെ മുന്തിയതായിരിക്കും. പിന്നെ വഹ്സനു മഖീല, ഈ ഉച്ചവിശ്രമമൊക്കെ കൊള്ളുന്ന പാർക്ക്, മരച്ചുവട്ടിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. മരച്ചുവട്ടിലൊക്കെയാണ് അറബികൾ അന്നും ഈ കൈലൂലത്ത് നടത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങിയത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ഷജറത്തിൻ, റസൂലുള്ളാഹ് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങി എന്നൊക്കെ ഹദീസിൽ കാണാമല്ലോ. അങ്ങനെ ഉച്ചവിശ്രമത്തിന് വേണ്ടി മരത്തിന്റെ ചുവട്ടിൽ കിടക്കുക ഒക്കെ അറബികളുടെ ഒരു പതിവാണ്. അതിൽ വളരെ ആഡംബരപൂർണമായ ഉദ്യാനങ്ങൾ ഒക്കെയാണ് ഇവർക്ക് ഉച്ചമയക്കത്തിന് വേണ്ടി ഉണ്ടാകുക. അങ്ങനെ എല്ലാ നിലക്കും ആഡംബരപൂർണമായ അവസ്ഥയാണ് ഇപ്പോൾ പരിഹസിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് ഉണ്ടാവുക. എന്നാൽ വലിയ വലിയ അവകാശവാദങ്ങളുള്ള നിഷേധികൾ അവര് വല്ലാത്ത അവസ്ഥയിലാണ്. അവർക്ക് ഒരു സന്തോഷവുമില്ല, അവർ ചെയ്തു കൂട്ടിയ നന്മകളൊന്നും പരിഗണിക്കപ്പെടുകയുമില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അസ്ഹാബുൽ ജന്നയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.